ഇതാ വെള്ളച്ചാട്ടം ഉണ്ട്. ഇതാ കനാലല്ലേ ഇത്. സൂപ്പർ സ്ഥലം. സ്റ്റാർട്ട്. ഹായ് മച്ചാമാരി, അപ്പോൾ ക്രിയേറ്റർ മീഡിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ വരുന്ന ഒരു കാഴ്ച സൂപ്പർ അല്ലേ? അപ്പോൾ നല്ലൊരു മനോഹരമായ സ്ഥലമാണ്. തികച്ചും കാണേണ്ട ഒരു പ്ലേസ് തന്നെയാണിത്. അപ്പോൾ നമ്മൾ കാഴ്ചകൾ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മച്ചാന്മാരെ, നമ്മൾ ഏകദേശം ടോപ്പിലെത്തിയെന്ന് തോന്നുന്നു. എൻ്റെ മോനെ, അടിപൊളി സ്ഥലമാണ് കേട്ടോ. എന്ത് രസമാണ് അല്ലേ കാണാൻ, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് കുറച്ചുള്ളിലേക്ക് പോകാനുണ്ട്. ഇവിടെയൊക്കെ ആനകളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് കേട്ടോ. എൻ്റെ മോനെ, ഏതാണ് സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടോ. നോക്കിയാൽ ചെറിയൊരു അരുവി, അടിപൊളി പ്ലേസാണ് കേട്ടോ. ഇവിടെ ആളുകളൊക്കെ വെള്ളത്തിലിറങ്ങുന്നുണ്ട്. ഡേഞ്ചർ പ്ലേസാണ്, കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ മോനെ, സൂപ്പർ. എൻ്റെ മോനെ, വെള്ളം എന്തൊരു തണുപ്പ്. ഇവിടെ ശരിക്കും സന്ദർശന ടൈമൊക്കെ ഉണ്ട് കേട്ടോ. 5 മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ സന്ദർശിക്കാനുള്ള ടൈം കേട്ടോ. ഈ ഒരു പ്ലേസിലേക്ക് വരാൻ ടിക്കറ്റ് ചാർജൊന്നും ഇല്ല കേട്ടോ. ശനിയും ഞായറും ദിവസങ്ങളിലാണ് ഇവിടെ നല്ല തിരക്കുണ്ടാകാറ്. പക്ഷേ ഇങ്ങോട്ട് വണ്ടിയൊന്നും വരില്ല, നടന്ന് തന്നെ വരണം, അതാണ് ഒരു പ്രശ്നം. ഇവിടെ ഈ വെള്ളത്തിൻ്റെ ശബ്ദവും നല്ല കാറ്റും കൊണ്ടൊക്കെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ വന്ന് കുറച്ച് നേരം ഇരുന്നാൽ മനസ്സിനൊക്കെ നല്ലൊരു കുളിർമയൊക്കെ കിട്ടും. ഇത് മാത്രമല്ല, ഇതിന് മുകളിലും കാണാൻ നിറയെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ മുകളിലേക്കൊന്നും അങ്ങനെ കയറാനായിട്ട് അലൗഡ് ഇല്ല. ആനകൾ വന്നു പോയതിൻ്റെ അടയാളങ്ങളുണ്ട് കേട്ടോ ഇവിടെ.
വെള്ളം കുടിക്കാൻ ഈ ഭാഗത്തൊക്കെ വരുമെന്നാണ് പറയുന്നത് ഇവർ. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും. രാത്രിയായിരിക്കും ചിലപ്പോഴൊക്കെ ഇറങ്ങുക. മഴയുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ശക്തി കൂടും. എനിക്ക് തോന്നുന്നു ഷൂട്ടിംഗ് പ്ലേസ് ഇവിടെ എടുത്തിട്ടുണ്ട് എന്ന്. ഈ ഒരു പ്ലേസ് ഷൂട്ടിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ടോ എന്ന് അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് തൊട്ടപ്പുറത്തൊരു ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. അത് ഷൂട്ടിംഗ് പ്ലേസ് ആണ്, താമരപ്പാടം എന്ന് പറയും. ഇത് താഴത്തുനിന്ന് ഒരു 1.5 കിലോമീറ്ററോളം വരാനുണ്ട് കേട്ടോ മുകളിലേക്ക്. താഴത്തു നിന്ന് പകുതി ദൂരം ടൂ വീലർ ഉണ്ടെങ്കിൽ അതിൽ വരാം, അല്ലെങ്കിൽ നടന്ന് തന്നെ വരണം. അപ്പോൾ പാലക്കാട് വരുന്നവർ കൊല്ലംകോട്ടിലെ പലകപ്പാണ്ടി എന്ന് പറയുന്ന പ്ലേസും കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്.